എല്ലാവർക്കും നമസ്കാരം. പരുന്തുംപാറയും അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇവിടെ പരിചയപ്പെടാം. വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ രാവിലെ സമയമാണ് പരുന്തുംപാറയും ആ പരുന്തുംപാറയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നു പോകുന്നവരുണ്ട്. എല്ലാ കാഴ്ചകളും നമുക്ക് കാണാവുന്നതാണ്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട്. അതിഭയങ്കരമായ മലകളും വാഹനങ്ങളൊക്കെ എവിടെയൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ. എല്ലാ പാറ വഴിയും നമുക്ക് വാഹനങ്ങളൊക്കെ ഓടിച്ച് ആ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെയുണ്ട്. അതൊക്കെ ഓരോ റിസോർട്ടാണ് നമ്മൾ കാണുന്നത്. മലയുടെ സൈഡിൽ കൂടെ എല്ലാം നമ്മൾ മുള്ളുവേലികളൊക്കെ കാണാം. നമുക്ക് ഒരു കാരണവശാലും ആൾക്കാർക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുവാനൊന്നും കഴിയാതെ നല്ല ശക്തിയായ വേലിയാണ് കെട്ടിയിരിക്കുന്നത്. ഇളക്കി നോക്കിയാലൊന്നും കുഴപ്പമില്ല, ഇളകുന്നതല്ല. ഇതിന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറായ ഭയങ്കര കുഴികളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ പേരെന്താണ് ഇവിടെ? രാഹുൽ. എത്ര വർഷമായാണ് ഇവിടെ? 5 വർഷം. ഒരു കോപ്പി കഴിക്കാനാണ് നമുക്ക് ഫീസ് മേടിക്കുന്നത്? 100 രൂപ. അതെ, ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ വന്ന് പോകുന്നവരല്ലേ? എല്ലാവരും. ഒരു ദിവസം നമുക്ക് എന്തോരം ഒരുപാട് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടോ? നമുക്കിവിടെ പറയാൻ പറ്റില്ല. ആൾക്കാരുടെ തിരക്ക് പോലെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആൾക്കാർ വരണ്ടോ? ഉണ്ട് അല്ലേ? ശരി. നമ്മൾ കോപ്പി എടുത്താൽ എത്ര ഒരു മണിക്കൂർ കൊണ്ട് അവർക്ക് കൊടുക്കുമോ? 5 മിനിറ്റ് കൊണ്ട്. ഓക്കെ. രാവിലെ നന്ദി. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് രാവിലെ. ഒത്തിരി വണ്ടികളും മറ്റുമുണ്ട്. ഗസ്റ്റുകളും ടൂറിസ്റ്റുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിരിക്കുന്നു. പരുന്തുംപാറയുടെ അതിമനോഹരമായ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി വന്ന ജനങ്ങളാണ് ഇവിടെ മൊത്തം. എവിടെ നിന്നാണ് നിങ്ങൾ? കായംകുളം. ഇപ്പോൾ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഒത്തിരി പേര്. നമ്മുടെ ഒത്തിരി ഗസ്റ്റുകളും കൊണ്ട് വന്നതാണോ? അതിൻ്റെ പേരെന്നാ? കുതിര സവാരിയാണ്. 2 കുതിരകളുണ്ട്. അവിടെ നിന്ന് അവർ യാത്രക്കാരെയൊക്കെ ആയിട്ട് പോകുന്നതാണിത്. ഇതാണ് ഇവിടുത്തെ കുതിരകൾ.